ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. SSC CGL 2025-ൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയാം നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ ഇതിൽ നിന്നും ഈ ഒരു ന്യൂ പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ബോത്ത് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും അതുപോലെ തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ നിങ്ങൾക്ക് ഇക്വേഷൻ ഒന്നും ഇല്ലാതെ ഏറ്റവും വേഗത്തിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പക്കയാണ്. അപ്പോൾ നിങ്ങളുടെ എക്സാമിന് വേണ്ടി ആ ഒരു ക്വസ്റ്റ്യൻ സെറ്റാക്കാൻ വേണ്ടി നിങ്ങളിത് കംപ്ലീറ്റ് ആയിട്ട് കാണുക. നേരത്തെ പഠിച്ചവരാണെങ്കിൽ കൂടി ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ഫാസ്റ്റായിട്ട് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം. നമ്മുടെ ഓൺലൈൻ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. SSC റെയിൽവേ അതുപോലെ ബാങ്ക് എക്സാമുകൾക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ക്വാളിറ്റി ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇത് SSCയുടെ കംപ്ലീറ്റ് കോഴ്സ് ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ഇപ്പോൾ എല്ലാ ലെവലിലുള്ള ആൾക്കാർക്കുള്ള ക്ലാസ് അവൈലബിൾ ആണ്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇത് ഓഫ്ലൈൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഞാൻ എല്ലാ ഇൻസ്റ്റാൾമെൻറ്റ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ കൺസെപ്റ്റ് ഒന്ന് അറിയാം. ആദ്യം നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കൺസെപ്റ്റ് ഒന്ന് അറിയാം. അപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുന്നു. ഞാൻ 100 രൂപ വെച്ചാണ് ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്നത്. അപ്പോൾ 100 രൂപ വെച്ച് ഞാൻ ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചാൽ ഞാൻ പറയുവാണ് 5 വർഷത്തേക്കാണ്, 5 ഇയേഴ്സിനേക്കാണ് ഞാൻ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്നത്. അപ്പോൾ 100 രൂപ 5 വർഷത്തേക്ക് അടയ്ക്കുവാണ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്. അപ്പോൾ ആ സന്ദർഭത്തിൽ ഞാൻ പറയുന്നു 10% എൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ ഇതാണ് ചോദിക്കുന്നത്. ഇങ്ങനെ 100 രൂപ വെച്ച് 5 വർഷം കൊണ്ട് 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഞാൻ അടയ്ക്കുവാണെങ്കിൽ എത്ര രൂപയായിരിക്കും ഞാൻ ടോട്ടൽ അടയ്ക്കുന്നത്, അല്ലെങ്കിൽ എത്ര രൂപയായിരിക്കും ഞാൻ കടം വാങ്ങിയത്, എൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്, അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ടുള്ള എൻ്റെ കടം എത്രയാണ്. അങ്ങനെ നമ്മൾ ഡെപ്റ്റ് ആഫ്റ്റർ 5 ഇയേഴ്സ്, ഡെപ്റ്റ് ആഫ്റ്റർ 5 ഇയേഴ്സിനാണ് പറയുന്നത്. 5 വർഷം കഴിഞ്ഞുള്ള എത്ര രൂപ എനിക്ക് അടയ്ക്കണം എന്നുള്ളതിനെ ഡെപ്റ്റ് ആഫ്റ്റർ 5 ഇയേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ അതിൻ്റെ ഒരു കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഞാൻ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, ഫിഫ്ത്ത് ഇയർ ഇങ്ങനെയാണ് പൈസ അടയ്ക്കുന്നത്. ഫസ്റ്റ് വർഷം ഞാൻ 100 രൂപ അടച്ചു, സെക്കൻഡ് വർഷം 100 രൂപ അടയ്ക്കുന്നു, തേർഡ് വർഷം 3 വർഷം 100 രൂപ അടയ്ക്കുന്നു, ഫോർത്ത് ഇയറിൽ 100 രൂപ അടയ്ക്കുന്നു, 5ാമത്തെ ഇയറിലും 100 രൂപ വെച്ചാണ് അടയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് വർക്ക് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ എന്ത് ചെയ്തു, 100 രൂപ അടച്ചു കഴിഞ്ഞു. അതായത് എനിക്കിപ്പോൾ എത്രയെങ്കിലും കടം ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് 100 രൂപ ഞാൻ എന്ത് ചെയ്തു, അവിടെ അടച്ചു കഴിഞ്ഞു. അവിടെ പ്രിൻസിപ്പിളിൽ നിന്നല്ല കുറയുന്നത്. ഈ 100 രൂപ വീണ്ടും 2ാമത്തെ വർഷവും 3ാമത്തെ വർഷവും 4ാമത്തെ വർഷവും 5ാമത്തെ വർഷവും ഈ 100 രൂപയുടെ എഫക്റ്റ് ഇതിൽ വരും. അതായത് 10% ഒരു വർഷത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ അതായത് ഈ 100 രൂപയ്ക്ക് ഈ 2ാമത്തെ വർഷം നേരത്തെ ഫസ്റ്റ് വർഷം അടച്ച് ഒരു വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ 10% 10 രൂപ എന്ത് വരും, ഈ 100 രൂപയ്ക്ക് എഫക്റ്റീവായിട്ട് അവിടെ ഇൻട്രസ്റ്റ് ഉണ്ട്. അതായത് ഞാൻ ഈ 10 രൂപയും കൂടെ അടച്ച, ഇപ്പോൾ 2 വർഷം കഴിയുമ്പോഴത്തേക്കും ഞാൻ 10 രൂപയും കൂടെ എക്സ്ട്രാ അടച്ച ഒരു എഫക്റ്റ് വരും. ഇനി ഈ വർഷം ആകുമ്പോഴോ ആദ്യം അടച്ച 100 രൂപയ്ക്ക് ഇവിടെയും 10 രൂപ വരും. 2ാമത്തെ വർഷം അടച്ച 100 രൂപയ്ക്ക് ഒരു വർഷം കഴിയുമ്പോൾ ഇവിടെയും 10 രൂപ വരും. ഇനി 4ാമത്തെ വർഷം ആകുമ്പോഴോ ആദ്യം അടച്ച 10 രൂപയ്ക്ക് 10%, 2ാമത്തെ വർഷം അടച്ച 10 രൂപയ്ക്ക് 10%, മൂന്നാമത് അടച്ച 100 രൂപയ്ക്ക്, മൂന്നാമത് അടച്ച എല്ലാം 100 രൂപയാണ്, 100 രൂപയ്ക്ക് അതിൻ്റെ 10% 10 രൂപ. ഇനി 4ാമത്തെ വർഷം ആകുമ്പോഴോ 5ാമത്തെ വർഷം ആകുമ്പോഴോ ഫസ്റ്റ് വർഷം അടച്ച പൈസയ്ക്ക് 10%, സെക്കൻഡ് വർഷം അടച്ച 100 രൂപയ്ക്ക് 10%, തേർഡ് വർഷം അടച്ച പൈസയ്ക്ക് 10%, ഫോർത്ത് വർഷം അടച്ച പൈസയ്ക്ക് 10%. അപ്പോൾ എഫക്റ്റീവായിട്ട് ഞാൻ 100 വെച്ച് 5 വട്ടം 500 അല്ല അടച്ചത്. എത്ര രൂപ അടച്ചത്, 10, 20, 30, 40, 50, 60, 70, 80, 90, 100. അതായത് ഞാൻ 500 രൂപയുടെ കൂടെ എക്സ്ട്രാ ആയിട്ട് ഒരു 100 രൂപ അടച്ച എഫക്റ്റ് വരും. അതായത് 600 രൂപ ഞാൻ ടോട്ടൽ അടച്ചു, അല്ലെങ്കിൽ 600 രൂപയാണ് ഞാൻ അവിടെ കംപ്ലീറ്റ് ആയിട്ട് അടച്ചു തീർത്തത്. അപ്പോൾ 100 രൂപ വെച്ചാണ് അടയ്ക്കുന്നതെങ്കിൽ ഡെപ്റ്റ് ആഫ്റ്റർ 5 ഇയേഴ്സ് എത്ര ആയിരുന്നു, 600 രൂപ. അതായത് ഞാൻ 5 വർഷം കൊണ്ട് എൻ്റെ 600 രൂപയുടെ കടം എന്ത് ചെയ്തു, 600 രൂപയുടെ കടം തീർത്തു എന്ന് പറയാം. കടം തീർത്തു എന്ന് പറയാം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഇത് ഷോർട്ട് കട്ട് മെത്തേഡാണ്. ഇനി അല്ല സിമ്പിൾ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അടുത്ത ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചിലപ്പം ടോട്ടൽ കടമായിരിക്കും തരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിരിക്കും തരുന്നത്. നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം. ഒരു ഇക്വേഷൻ്റെയോ ഒന്നിൻ്റെയോ ആവശ്യമില്ല. ഇനി ചില സ്ഥലത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യനകത്ത് എന്ത് ചെയ്യണമെന്ന് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് ഇത്രയേ ഉള്ളൂ. ഇത് പല പല ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുക. ഒരു 2 or 3 ടൈപ്പ് ക്വസ്റ്റ്യനേ ഉള്ളൂ. അത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനും പറ്റും.
ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ ഇൻസ്റ്റാൾമെൻറ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിലെ ഇൻസ്റ്റാൾമെൻറ്റ് വളരെ എളുപ്പമാണ്, ഇത്രയും പാടൊന്നുമില്ല. ഇപ്പോൾ 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചോ, 3 വർഷത്തേക്കാണ് നമ്മൾ ടൈം പീരീഡ് ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ചെയ്യുന്നത്. ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ എല്ലാം ഈക്വൽ ആയിട്ടുള്ള ഇൻസ്റ്റാൾമെൻറ്റ്. ഇവിടെ ഇൻസ്റ്റാൾമെൻ്റ് എന്ന് ക്വസ്റ്റിന് പറയുമ്പോൾ എല്ലാം എന്താണ്, ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ആണ് നമ്മൾ അടയ്ക്കുന്നത്. അപ്പോൾ 10%-ന് 3 വർഷമാണ്. ഇപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയേ ഉള്ളൂ. 10% എന്ന് പറഞ്ഞാൽ 1/10 ആണ്, ഫ്രാക്ഷനിൽ 1/10 ആണ്. അപ്പോൾ 10%-ന് അപ്പോൾ ഞാനൊരു പൈസ, അപ്പോൾ 10 രൂപ ഞാൻ എടുത്താൽ 11 രൂപയാണ് എനിക്ക് തിരിച്ചടയ്ക്കേണ്ടത്. ഇത് എത്ര ഫസ്റ്റ് ഇയറിലെ കേസാണ്. അല്ലെങ്കിൽ 1 വർഷത്തേക്കാണ് ഞാൻ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 10 രൂപ പ്രിൻസിപ്പൽ ആണെങ്കിൽ 11 രൂപ ഞാൻ അടയ്ക്കണം. ഇത് 2 വർഷത്തെ കേസാണെങ്കിലോ, കമ്പൈൻഡ് ആയിട്ട് 2 വർഷത്തെ കേസാണെങ്കിൽ 10 രൂപയ്ക്ക് 11 അടയ്ക്കണം ഫസ്റ്റ് വർഷം, രണ്ടാമത്തെ വർഷം 10 രൂപയ്ക്ക് 11 അടയ്ക്കണം, ഓവറോൾ 100 രൂപയ്ക്ക് 121 അടയ്ക്കണം. അല്ലെങ്കിൽ നമുക്ക് X രൂപ എടുത്തെങ്കിൽ ഫസ്റ്റ് വർഷം 11/10, രണ്ടാമത്തെ വർഷം 11/10, അങ്ങനെ എക്സിൻ്റെ 121/100 നമ്മൾ അടയ്ക്കണം. അതായത് 100 രൂപ എടുത്താൽ 121 രൂപ നമ്മൾ എന്ത് ചെയ്യണം, 2 വർഷം കഴിഞ്ഞ് തിരിച്ചടയ്ക്കണം. ഇനി 3 വർഷത്തേക്കാണ് എടുത്തെങ്കിലോ, 3 വർഷത്തേക്കാണ് ഈ കടം എടുത്തെങ്കിലോ, കടം നമുക്കിവിടെ കടം തന്നെ ഉണ്ട്, ഡെപ്റ്റ് എന്ന് പറയുന്ന കടമുണ്ട്. ആ കടം 3 വർഷത്തേക്ക് എടുത്തെങ്കിലോ, 3 വർഷത്തേക്ക് എടുത്തെങ്കിൽ ഒരു 10 കൂടെ ഇവിടെ വരും. അതായത് ഇവിടെ ഒരു 11/10 കൊണ്ട് മൾട്ടിപ്ലൈ 110% നമ്മൾ തിരിച്ചു കൊടുക്കണം, 10% നമ്മൾ തിരിച്ചു കൊടുക്കണം. അതായത് ഞാൻ 1000 രൂപ എടുത്തെങ്കിൽ 1331 രൂപ തിരിച്ചു കൊടുക്കണം. അതായത് 2 വർഷമാകുമ്പോൾ എന്ത് ചെയ്യുക, ഇതിനെ സ്ക്വയർ ചെയ്യുക, 3 വർഷമാകുമ്പോൾ ഇതിനെ ക്യൂബ് ചെയ്യുക, ഇവിടെയും ക്യൂബ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഒരു കണ്ടീഷനകത്ത് നമ്മൾ കഴിഞ്ഞതിനകത്ത് എല്ലാം 100 വെച്ച് കൊടുത്തു. ഇവിടെ എന്താണ്, ഇവിടെ ഫസ്റ്റ് വർഷം നമ്മൾ പറയുന്നു 10% ആണെങ്കിൽ 11 കൊടുക്കുന്നു, ഇവിടെ പറയുന്നു 121, ഇവിടെ പറയുന്നു 1331. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിനെ എല്ലാം എന്താക്കണം, സെയിം ആയിട്ടുള്ള അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് മാറ്റണം, ഈക്വൽ ആയിട്ടുള്ള ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് മാറ്റണം. ഇതിനെല്ലാം ഈക്വൽ ആക്കുന്നത് എങ്ങനെ, എല്ലാത്തിനും എന്ത് ചെയ്യുക, എൽസി 1331 കൊണ്ട് 1331 ആക്കുക. അപ്പോൾ ഇവിടെ എന്താണ് 1331 ആക്കാൻ വേണ്ടി ഒരു 11ൻ്റെ കുറവേ ഉള്ളൂ. ഈ റേഷ്യോ മൊത്തത്തിൽ നമ്മൾ 11 കൊണ്ട് വിളിച്ചു. ഇവിടെ എന്ത് ചെയ്താൽ മതി, ഇവിടെ 121 കൊണ്ട് പിടിക്കണം. കാര്യം 121 × 11 ആണ് 1331. 11 ഗുണം 11 ഗുണം 11, ഇപ്പോൾ 2 11ൻ്റെ കുറവുണ്ട്. ഇവിടെ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്തായിട്ട് മാറും, 121 ഗുണം 10 1210 രൂപ എടുക്കുമായിരുന്നെങ്കിൽ 1331 അടയ്ക്കും. 1331 രൂപ എടുക്കുവാണെങ്കിൽ 1100 രൂപ എടുക്കുമായിരുന്നെങ്കിൽ 1331 അടയ്ക്കും. 1000 രൂപ എടുക്കുമായിരുന്നെങ്കിൽ 1331 അടയ്ക്കും. ഇതിൻ്റെ അർത്ഥം എന്താ, ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് നമ്മളുടെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ അടയ്ക്കുന്ന പൈസയെ ഈക്വലാക്കി. അതായത് ഫസ്റ്റ് വർഷത്തിൽ എനിക്ക് 1331 രൂപ തിരിച്ചടയ്ക്കണം ആയിരുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിൻസിപ്പിൾ 1210 ആകണമായിരുന്നു, പ്രൊവൈഡഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണെങ്കിൽ. രണ്ടാമത്തെ വർഷം, ഇനി 2 വർഷത്തെ കേസാണ് എടുക്കുന്നത്. ഫസ്റ്റ് വർഷം ഒരു കടം വാങ്ങി, അത് 2 വർഷം കഴിയുമ്പോൾ എനിക്ക് 1331 രൂപ, രണ്ടാമത്തെ വർഷം എനിക്ക് 1331 അടയ്ക്കണമെങ്കിൽ ആ 2 വർഷത്തിന് മുന്നേ കടം വാങ്ങിയത് 1100 രൂപയായിരിക്കണമായിരുന്നു. ഇനി മൂന്നാമത്തെ വർഷവും എനിക്ക് 1331 അടയ്ക്കണമായിരുന്നെങ്കിൽ ഞാൻ കടം വാങ്ങിയത് ഫസ്റ്റ് വർഷം എത്ര ആയിരിക്കും, 1000 രൂപയായിരിക്കണമായിരുന്നു. അപ്പോൾ ഇവിടെ ഇതെല്ലാം എന്താണ്, ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റും ഇത് നമ്മൾ വാങ്ങേണ്ടിയിരുന്ന പൈസയുമാണ്. ഇതിൻ്റെ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രിൻസിപ്പിൾ കിട്ടും. ഇതിൻ്റെ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടയ്ക്കുന്ന എമൗണ്ട് കിട്ടും, തിരിച്ചടയ്ക്കുന്ന എമൗണ്ട് കിട്ടും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇത് ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിരിക്കും തരുന്നത്, എന്നൊരു പ്രിൻസിപ്പിൾ ചോദിക്കും. അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ഇൻട്രസ്റ്റ്, അടയ്ക്കുന്ന പൈസയും പ്രിൻസിപ്പിളും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇൻട്രസ്റ്റ്. ഇവിടുത്തെ ഡിഫറൻസ് 121, ഇവിടുത്തെ ഡിഫറൻസ് 231, അങ്ങനെ ഇവിടെ 331. അതെല്ലാം കൂടി കൂട്ടി ചിലപ്പോൾ അതും ചോദിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വഴി എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റും അതുപോലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് ഡയറക്റ്റ് ഈ ഒരു മെത്തേഡ് അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. നമ്മുടെ മൈൻഡ് പോലും അവിടെ വർക്ക് ചെയ്യാനില്ല, ജസ്റ്റ് ഈ ഒരു പരിപാടി ഇൻസ്റ്റാൾമെൻറ്റിനെ അടയ്ക്കുന്ന പൈസയെ ഈക്വൽ ആക്കുന്ന പരിപാടി ചെയ്താൽ മതി. യെസ്, അടയ്ക്കുന്ന പൈസയെ ഈക്വൽ ആക്കുന്ന പരിപാടി ചെയ്താൽ മതി. എന്നാൽ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിലോ, സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ആലോചിക്കണം. ആ പൈസ അടച്ചാൽ, ഈക്വലായിട്ട് അടച്ചാൽ എന്ത് സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യത്തെ എനിക്ക് വേറെ രീതിയിലില്ല. 100 രൂപ ഞാൻ അടച്ചു, അങ്ങനെ എനിക്ക് ടോട്ടൽ പൈസ കാണണമെങ്കിൽ ഇവിടെ 100 വെച്ച് 5 വർഷം അടച്ചു, അങ്ങനെ 500 രൂപ നമ്മൾ
അടച്ചു കഴിഞ്ഞു. എന്നിട്ട് ഈ 100 രൂപയ്ക്ക് ബാക്കി 4 വർഷം ഇൻട്രസ്റ്റ് കിട്ടും. ഈ 100 രൂപയ്ക്ക് ബാക്കി 3 വർഷം ഇൻട്രസ്റ്റ് കിട്ടും. ഈ 100 രൂപയ്ക്ക് ഈ 100 രൂപയ്ക്ക് ബാക്കി 2 വർഷം ഇൻട്രസ്റ്റ് കിട്ടും. ഈ 100 രൂപയ്ക്ക് ബാക്കി 1 വർഷം ഇൻട്രസ്റ്റ് കിട്ടും. 4 + 3 + 2 + 1 ഇൻറ്റു 100 രൂപയുടെ 10% വെച്ച് എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് കിട്ടും. അതാണ് നമുക്കിവിടെ 10 × 10 100 എന്ന് നമ്മൾ ഇവിടെ എഴുതിയത്. ഇങ്ങനെ ടോട്ടൽ എഴുതുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് 5 വർഷം ഉണ്ടെങ്കിൽ 4 + 3 + 2 + 1 വെച്ച് എന്ത് ചെയ്യും? ഒരു വർഷം കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു മാസമാണെങ്കിൽ ഒരു മാസം കിട്ടുന്ന ആ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കുറച്ചുകൂടെ സമയം ലാഭിക്കും, ഇത്രയും എഴുതുന്നതിന് പകരം. അങ്ങനെയും ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേ. മറ്റേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. ആൻ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് 1925 വിൽ ഡിസ്ചാർജ് എ ഡെപ്റ്റ് ഓഫ് Y ഡ്യൂ ഇൻ 3 years at 16% simple interest per annum. What is the value of Y? Note, installments will be paid at the end of year 1, year 2 and year 3. അപ്പോൾ ഇവിടെ എന്താ ഈ ഒരു പുതിയ ടൈം വന്നത്? ഡിസ്ചാർജ് എ ഡെപ്റ്റ് ഓഫ് Y ഡ്യൂ ഇൻ 3 years. അതിൻ്റെ അർത്ഥം എന്താ? 3 വർഷം കഴിഞ്ഞ്, അതായത് ഇപ്പോൾ എന്തോ ഒരു കടം വാങ്ങിയിട്ടുണ്ട്, ആ കടം 3 വർഷം കഴിഞ്ഞ് ഒരു എമൗണ്ടിലോട്ട് മാറും. അതായത് നമ്മളിപ്പോൾ ആ കടം വാങ്ങിയാൽ 3 വർഷം കഴിഞ്ഞ് നമ്മൾ അടയ്ക്കേണ്ട തുക എത്രയാണോ അതാണ് Y എന്ന് പറയുന്നത്. ആ Y ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചിരിക്കുന്നത് 1925 രൂപ വെച്ചാണ്. അപ്പോൾ നമ്മളുടെ മെത്തേഡ് പ്രകാരം നമ്മൾ ഈ 1925 നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. നമ്മളെന്ത് പറയുന്നു? 100 രൂപ വെച്ച് അടയ്ക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം 100 രൂപ വെച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള പറയാം. എന്നിട്ട് കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം മെത്തേഡും പറയാം. അപ്പോൾ ഞാനിവിടെ 100 രൂപ 3 വർഷമാണ് അടയ്ക്കുന്നത്. 100 രൂപ ആദ്യത്തെ വർഷം അടച്ചു, 100 രൂപ രണ്ടാമത്തെ വർഷം അടച്ചു, 100 രൂപ മൂന്നാമത്തെ വർഷം അടച്ചു. ഈ 100 രൂപയ്ക്ക് എത്ര ശതമാനം ഇൻട്രസ്റ്റ്? 16%. അപ്പോൾ ഇവിടെ 100ൻ്റെ 16% കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മെത്തേഡ് ഇവിടെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് പോസിബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ 16% എടുക്കുമ്പോൾ ഈ 100ന് ഇവിടെ 16, അടുത്ത വർഷം 16 രൂപ ഇൻട്രസ്റ്റ് കിട്ടും. അടുത്ത മൂന്നാമത്തെ വർഷം എന്തുണ്ട്? ഈ 100നും കിട്ടും. അതായത് 16 32 ഇവിടെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ 3 വർഷം കൊണ്ട് അടച്ചു തീർത്തത് 300 രൂപയല്ല, മറിച്ച് ഈ 48 രൂപ, 16 32 48 രൂപയും കൂടെ അവിടെ എന്ത് ചെയ്തു? എഫക്റ്റീവായി ഞാൻ അടച്ചതിന് തുല്യമാണ്. അതായത് ആ കടം തീർക്കാൻ വേണ്ടി ഞാൻ 100 അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ എഫക്റ്റീവ് തീർന്നത് എത്രയാണ്? 348 രൂപ ഞാൻ എന്ത് ചെയ്തു? 300 അടച്ചത് 300 ഉള്ളൂ, പക്ഷെ എഫക്റ്റീവായിട്ട് 348 രൂപയുടെ 3 വർഷം കഴിഞ്ഞുള്ള കടമാണ് തീർന്നത്. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഈ 348ന് പകരമായിട്ടുള്ള വാല്യൂ ആണ് അല്ലേ? നമുക്ക് പറഞ്ഞിരിക്കുന്നത് 100ൻ്റെ വാല്യൂ, അതായത് നമ്മൾ അടയ്ക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റ് 100 രൂപയാണെങ്കിൽ ആ 100ൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. ഈ 1925 എന്ന് പറഞ്ഞാൽ എന്താണ്? ആനുവൽ ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ആ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റിനെ നമ്മൾ 100 എടുത്തു. അപ്പോൾ 100ന് പകരം ക്വസ്റ്റ്യനിലുള്ളതാണ് 1925. എന്നാൽ നമുക്ക് 100 അടച്ചതെങ്കിൽ നമുക്ക് കടം എത്രയായിരുന്നു? ക്ലോസ് ആവുന്ന കടം എത്രയായിരുന്നു? 348. അപ്പോൾ 100ൻ്റെ വാല്യൂ 1925 ഒറിജിനൽ വാല്യൂ. എന്നാൽ നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 348ൻ്റെ വാല്യൂ എത്ര? അതാണ് 3 വർഷം കഴിഞ്ഞിട്ട് ഈ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഈ കടം ആവുന്ന പൈസ. അപ്പോൾ ഇതിനെ നമ്മൾ ആൻസർ കൊടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽ സം വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഡീറ്റെയിൽ സം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 12 ഡീറ്റെയിൽ സമ്മിൻ്റെ ക്ലാസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. 12 15 6 ആയതുകൊണ്ട് 7 1 8. ആൻസർ 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ആൻസർ 3ൻ്റെ മൾട്ടിപ്പിൾ വരുന്നത് എല്ലാം 9 ആണ്. ഇവിടെ 12. ഓക്കെ, എല്ലാം 3ൻ്റെ മൾട്ടിപ്പിൾ നമുക്ക് ചെയ്യാം. അപ്പോൾ 25 ഇവിടെ 4 വെച്ച് കിട്ടുന്നു. 4 വെച്ച് കിട്ടുന്ന സമയത്ത് 8ഉം 7ഉം 87. ഇവിടെ 25 വെച്ച് കിട്ടുന്ന സമയത്ത് 7ഉം 7ഉം, അതായത് 77 × 87. ആൻസർ 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ആൻസർ 7ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇത് 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ? 18 12 അല്ല. ഇത് 15 12 അല്ല. ഇത് 15 15 ആണ്. ഇത് 15 11 അല്ല. കാൽക്കുലേഷൻ ചെയ്തേ പറ്റും. ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ഒക്കെ ചെയ്തേ പറ്റും. ആൻസർ 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 6699. ഇനി ഇത് കുറച്ചുകൂടെ സ്പീഡായിട്ട് എഴുതുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇവിടെ ഞാൻ പറയുന്നു 1925 ഇൻസ്റ്റാൾമെൻറ്റ് 100 രൂപ വെച്ച് ഞാൻ അടയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ എത്ര അടയ്ക്കും? 300 വെച്ച് 300, പിന്നെ
3 വർഷമാണെങ്കിൽ ബാക്കി 2ഉം 1ഉം 2 + 1 3 3 ഇൻറ്റു 100ൻ്റെ 16%, 16 3 48. അത് മൈൻഡിൽ, ഈ ഒരു സാധനം മൈൻഡിൽ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. കാര്യം 2 വർഷത്തെ ഇതും 1 വർഷത്തെ ഇതും. ഇപ്പോൾ 3 വർഷമാണെങ്കിൽ 2 + 1 ആയിരിക്കും. 4 വർഷമാണെങ്കിൽ 3 + 2 + 1 ആയിരിക്കും. 5 വർഷം അടയ്ക്കുന്നെങ്കിൽ 4 + 3 + 2 + 1 ആയിരിക്കും. അതേ ഇൻറ്റു ഒരു വട്ടം കിട്ടുന്നത്. കാര്യം സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ 348 കടമാവും. 100ൻ്റെ വാല്യൂ 1925 ആണെങ്കിൽ 348ൻ്റെ വാല്യൂ എത്ര? 1925 ഇൻറ്റു 348/100. 1925 ഡീറ്റ സമ്മ് കുറേ ഇടത്ത് 3 വരും. 348/100 ചെയ്യുന്ന സമയത്ത് കാൽക്കുലേഷൻ ഫാസ്റ്റായിട്ട് ചെയ്യാൻ നോക്കും. ഇതിനകത്ത് 25 ഉണ്ട്, ഇതിനകത്ത് 25 ഉണ്ട്. 4 വെച്ച് കിട്ടി, ക്യാൻസൽ ചെയ്ത് ആൻസർ കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ₹2550 ലോൺ വിൽ ബി റീപെയ്ഡ് ഇൻ 2 equal half yearly ഇൻസ്റ്റാൾമെൻറ്റ്. വാട്ട് ഇസ് ദ എമൗണ്ട് ഓഫ് ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ്? ഇത് കോമ്പൗണ്ട് ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് അടുത്ത് ചെയ്യാം. ആദ്യം സിമ്പിൾ ഇൻട്രസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആനുവൽ ആനുവൽ പേയ്മെൻറ്റ് വിൽ ഡിസ്ചാർജ്? അപ്പോൾ ആനുവൽ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആണ്. വാട്ട് ആനുവൽ പേയ്മെൻറ്റ് വിൽ ഡിസ്ചാർജ് എ ഡെപ്റ്റ് ഓഫ് ₹1,20,000 ഇൻ 5 years അറ്റ് ദ റേറ്റ് ഓഫ് 10% per annum അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ എത്ര പേയ്മെൻറ്റ് കൊടുക്കണം? അതായത് 100ൻ്റെ വാല്യൂ ഉണ്ട്. ഇപ്പം ഞാൻ 100 രൂപ വെച്ച് അടച്ചാൽ ഫുൾ എഴുതി കാണിച്ചു തരാം, എക്സാമിന് ചെയ്യേണ്ടത് കാണിച്ചു തരാം. 100 അടച്ചാൽ 100 100 100 100 100 5 വർഷത്തിൽ 100 ഉണ്ട്. ഈ ഒരു ഭാഗത്താകുമ്പോൾ 10% വെച്ച് 40, 4 വർഷത്തെ ഇവൻ്റെ 10 ഇവൻ്റെ 10 ഇവൻ്റെ 10 ഇവൻ്റെ 10 ഇവന് 30, ഇവൻ്റെ 10 ഇവൻ്റെ 10 ഇവൻ്റെ 10 ഇവന് 20, ഇവിടെ 10. ടോട്ടൽ നമ്മൾ എത്ര അടയ്ക്കുന്നതായിട്ട് വരും? 500, 560, 600 രൂപ അടയ്ക്കുന്നതായിട്ട് വരും. അതായത് 600 രൂപയാണ് നമ്മുടെ 5 വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള ഡെപ്റ്റ്. 100 രൂപ വെച്ചാണ് നമ്മൾ അടയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ 5 വർഷം കഴിഞ്ഞതിന് ശേഷം 600 രൂപയായിരിക്കും ആ കടം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് വാട്ട് ആനുവൽ പേയ്മെൻറ്റ് വിൽ ഡിസ്ചാർജ് ഡെപ്റ്റ് ഓഫ്. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കടം തീർക്കും. 1,20,000 എപ്പോഴാണ്? ഇൻ 5 years. 5 വർഷം കൊണ്ട് 1,20,000 ആകുന്ന ഒരു കടം തീർക്കണമെങ്കിൽ എത്ര രൂപ വെച്ച് നമ്മൾ മന്ത്ലി അടയ്ക്കണം? ഈ 600 എന്ന് പറഞ്ഞാൽ 5 വർഷത്തിന് ശേഷം ആവുന്ന കടമാണ്. അതിൻ്റെ വാല്യൂ ആണ് 1,20,000. എന്നാൽ 100ൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. 2 കഴിഞ്ഞിട്ട് 4 0, ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. ഇതേ കാര്യം ഇത്ര എഴുതാതെ തന്നെ ഒറ്റ സ്റ്റെപ്പിൽ എഴുതുന്നതാണ് നമ്മളുടെ എക്സാമിന് ചെയ്യേണ്ട പരിപാടി. അപ്പോൾ ആനുവൽ പേയ്മെൻ്റ് ആണ് വേണ്ടത്. 5 വർഷമാണ്. ഇപ്പോൾ മാസം വരുമ്പോഴാണ് കുറച്ചൊന്ന് ടൈറ്റ് ആവുന്നത്. റേറ്റ് 10% per annum സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ 5 വർഷം ഞാൻ 100 വെച്ച് അടച്ചാൽ 500 രൂപ ഓൾറെഡി ആയി. പിന്നെ നമുക്ക് 5 വർഷമാണ്. അപ്പോൾ ബാക്കി 4 3 2 1 ഇത് മനസ്സിൽ ചെയ്യാം. അങ്ങനെ 10 ഇൻറ്റു ഒരു വർഷത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഒരു ആനുവൽ പേയ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് ഇതിൻ്റെ 10%. 100ൻ്റെ 10%ആണ് 10 എന്ന് പറയുന്നത്. 10 × 10 100 കൂടി ചേർത്ത് 600 ഡയറക്റ്റ് ഇത് എഴുതാം. 600ൻ്റെ വാല്യൂ ആണ് 12 സംതിങ്. നമുക്ക് 100ൻ്റെ വാല്യൂ വേണം. 2 കഴിഞ്ഞിട്ട് കുറേ ആൻസറിനകത്ത് നോൺ സീറോ ഡിജിറ്റ് 2 മാത്രമേ കാണൂ. ഇത് വേണമെങ്കിൽ പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നല്ല ഒരു ക്വസ്റ്റ്യൻ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാൽ ചെയ്യണം. അടുത്തത്, വാട്ട് ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് വിൽ ഡിസ്ചാർജ് ഡെപ്റ്റ് ഓഫ് ഇത്രയും രൂപ ഡ്യൂ ഇൻ 4 years അറ്റ് 12% സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പോൾ 4 വർഷത്തേക്കാണെങ്കിൽ ഞാൻ 100 രൂപ വെച്ച് അടച്ചാൽ 400 രൂപ ഓൾറെഡി അടച്ചു. 4 വർഷത്തേക്കാണ്. ഇപ്പോൾ ഒരു വർഷം 12%. ഇപ്പോൾ 100 രൂപയ്ക്ക് 12%, 12 വെച്ച് കിട്ടും. അങ്ങനെ എത്ര എണ്ണത്തിന് കിട്ടും? 4 വർഷമാകുമ്പോൾ ഫസ്റ്റ് വർഷത്തിനില്ല 3, ബാക്കി 3-ന്, ബാക്കി 2-ന്, ബാക്കി 1-ന്, അതായത് 6. 472 ആയിരിക്കും ആ കടം. എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം: 100 100 100 100. കാൽക്കുലേറ്റ് ടൈം എടുക്കുന്നുണ്ട്. എഴുതേണ്ട ആവശ്യമില്ലാത്ത സാധനം നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അതിന് എവിടെയായാലും കൂടുതൽ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളവർ നമ്മളെക്കായും സ്പീഡിൽ എഴുതി പോകും. 100 100 100 100 ആണെങ്കിൽ ഇവിടെ 12 രൂപ, ഇവിടെ 24 രൂപ, ഇവിടെ 36 രൂപ. കൂടുന്ന സമയത്ത് 36 36 72. അതേ സാധനമാണ് നമ്മളിവിടെ എഴുതി അല്ലേ? 12 2 12 ഇതിൻ്റെയും ഇവിടെ ഇതിൻ്റെയും 472ൻ്റെ വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത്. 3658 ഇൻസ്റ്റാൾമെൻറ്റ് 100ൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ കാൽക്കുലേഷൻ ചെയ്യാൻ ഡീറ്റ സം അപ്ലൈ ചെയ്യാം. താഴെ 9 പോകണ്ട, 4 4 ആകുമ്പോൾ 7 കൊണ്ട് ഗുണിക്കണം. 9 നോക്കണ്ട, 13 13 4 ആണ്. 7 4 28 28 ഡീറ്റ സം 1 ആണ്. ഇവിടെ 16 6 ആണ്. 9 5 5 ആണ്. 7 5 3 ആണ്. 14 5 19 ഡീറ്റ സം 1 ആണ്. ഡീറ്റ സം 1 വരുന്ന ഓപ്ഷൻ ഏതാണ്?
ടിറ്റസമ്മിൻ്റെ ക്ലാസ് എടുത്ത് കാണുക, ഇത് പഠിക്കാം. ടിറ്റസം മലയാളം അനുസരിച്ച് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പഠിക്കാം. യെസ്, മനസ്സിലായോ? അല്ലെങ്കിൽ കാൽക്കുലേഷൻ വെട്ടി ചെയ്യും. അടുത്തൊരു ക്വസ്റ്റ്യൻ. എ പേഴ്സൺ റിസീവ്ഡ് ഇൻവോയ്സ് ഓഫ് 50,000 ഡേറ്റഡ് 31 August 2021 വിത്ത് ടേംസ് 5/15 N/30. ഹീ പെയ്ഡ്, ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ പെയ്ഡ് ദ വോൾ എമൗണ്ട് ഓൺ 8 September 2020. അത് ഏകദേശം 8 ദിവസം കഴിഞ്ഞ് അയാൾ പൈസ അടച്ചു. ഹൗ മച്ച് ഡിഡ് ഹി എഫക്റ്റീവ്ലി പേ ഫോർ ദ ബിൽ? ബാക്കിയും കൂടെ വായിക്കണം. ദ കണ്ടീഷൻ 5/15 N/30 ഈസ് റീഡ് ആസ് ദ പേഴ്സൺ വുഡ് ഗെറ്റ് 5% ഡിസ്കൗണ്ട് ഇഫ് ഹി പേസ് വിത്തിൻ ദ ഫസ്റ്റ് 15 days ഓഫ് ദ മന്ത്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അവിടെ. അതായത് ഈ ഒരു കോഡിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അയാൾ 15 ദിവസം മുമ്പേ ബില്ല് കിട്ടി, ഒരു മാസത്തിൻ്റെ 15 ദിവസം മുമ്പേ അടയ്ക്കുകയാണെങ്കിൽ അയാൾക്ക് 5% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ഇയാൾ ബില്ല് കിട്ടി 8 ദിവസത്തിനകം അടച്ചു, അതായത് അയാൾക്ക് 5% ഡിസ്കൗണ്ട് അയാൾ എന്താണ് എലിജിബിൾ ആണ്. 50,000 രൂപയുടെ 5% കുറച്ചടച്ചാൽ മതി. 5% എന്ന് പറഞ്ഞാൽ 10% 5,000 ആണ്. 5% 5,000 രൂപയ്ക്ക് 2,500 രൂപയാണ്. 50,000 നിന്നും 2,500 രൂപ കുറച്ച് 47,500 രൂപ അടച്ചാൽ മതി. ഈ ഒരു ക്വസ്റ്റ്യൻ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം. അപ്പോൾ ഇത് കാണുമ്പോൾ വലിയ എന്തുവാണെന്ന് വിചാരിക്കും. ക്വസ്റ്റ്യൻ ക്ഷമയോടെ, നമുക്ക് പേഷ്യൻസ് വേണം. ക്ഷമയോടെ വായിച്ചാൽ ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിൽ നിന്ന് പോവാതെ നമുക്ക് ആൻസർ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇതും ദാമിനി പർച്ചേസ് ഐറ്റം കോസ്റ്റിംഗ് 7,500 ആൻഡ് പെയ്ഡ് 3,500 ആസ് എ ഡൗൺ പേയ്മെൻറ്റ്. ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ആദ്യമേ കുറച്ച് പൈസ അങ്ങോട്ട് അടയ്ക്കുന്നു. അതായത് 7,500 രൂപയുടെ സാധനമാണ് വാങ്ങിയത്, അതിൽ 3,500 രൂപ എന്ത് ചെയ്യുന്നു, അടയ്ക്കുന്നു. ബാക്കി എത്ര ഉണ്ട്, 4,000 രൂപയാണ് ഉള്ളത്. 7,500 നിന്ന് 3,500 കുറയ്ക്കുമ്പോൾ 4,000 രൂപയാണ് ഉള്ളത്. ഇഫ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ചാർജ് ഫോർ ദ റിമൈനിങ് എമൗണ്ട് ഈസ് 9% per annum ആൻഡ് ദാമിനി ക്ലിയർഡ് ദ ഡ്യൂസ് ആഫ്റ്റർ 4 months ഓഫ് ദ പർച്ചേസ്, ഹൗ മച്ച് ഡിഡ് ദാമിനി പേ ആഫ്റ്റർ 4 months ആസ് ഇൻട്രസ്റ്റ്? ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 4,000 രൂപയ്ക്ക് 4 മാസത്തേക്കുള്ള, അപ്പോൾ ഞാൻ എന്ത് ചെയ്തിരുന്നത്, നമുക്ക് 4,000 രൂപയ്ക്ക് ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് 4,000 × 9/100 ആണ്. ഇത് പെർ ആനമാണ്. 4,000 രൂപയ്ക്ക് ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആണ് 9/100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ഇത് 4,000 രൂപയ്ക്ക് ഒരു വർഷത്തേക്കുള്ളതാണ്. നമുക്ക് എന്ത് മതി, 4 മാസം മതി. 4 മാസം, ഒരു വർഷം ഇതാണ്. 4 മാസം 4 മാസത്തെ വർഷമാക്കാൻ /12. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ എഫക്റ്റീവ് റേറ്റ് കണ്ടുപിടിക്കണം. 12 മാസത്തേക്കുള്ളതാണ് 9%, 4 മാസത്തേക്കുള്ള റേറ്റ് ഇത്രയും പെർസെൻറ്റേജ് ആയിരിക്കും. 36/12, അതായത് 3% ആയിരിക്കും റേറ്റ്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. 4,000ൻ്റെ 3% എത്ര രൂപയാണ്, 120 രൂപ. ഒന്ന് പേനെടുക്കാനുള്ള വഴി അതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് 4,000 രൂപയ്ക്ക് 9/100 ഇത്രയാണ്. ഞാൻ 4 മാസമൊക്കെ 4/12 ചെയ്യുന്ന സമയത്ത് ഇവിടെ 3, 2, 0, 120. ഇത് സാധാരണ ആൾക്കാർ ചെയ്യുന്നത്. ഇനി സ്മാർട്ടായിട്ട് പഠിക്കുന്നവർ എങ്ങനെ ചെയ്യുന്നത്, 4,000 രൂപയുണ്ട്. 4,000 രൂപയ്ക്ക് 9% ഒരു വർഷത്തേക്ക്, 4 മാസത്തേക്ക് 36/12 അതായത് 3% 4,000ൻ്റെ 3%, 40 × 3, അല്ലെങ്കിൽ 12 ആയിരിക്കും. അതിനകത്ത് നോൺ സീറോ ഡിജിറ്റ് 120 രൂപ അടയ്ക്കണം. ഇതാണ് പെയിൻ ഫ്രീ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതും ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. മോഹൻ 2,20,000 രൂപ എന്ത് ചെയ്യുന്നു, 8% സിമ്പിൾ ഇൻട്രസ്റ്റിന് കടം വാങ്ങുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ ഹി റിട്ടേൺസ് 27,600 ഇൻ ലിയോ ഓഫ് പ്രിൻസിപ്പൽ. ഇഫ് മോഹൻ റിട്ടേൺസ് ദ എൻറ്റയർ എമൗണ്ട് എലോങ് വിത്ത് ഫസ്റ്റ് ഇയേഴ്സ് ഇൻട്രസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് ഇയർ. ശ്രദ്ധിക്കണം, ഓരോ വാക്കുകൾ ശ്രദ്ധിക്കണം. ദെൻ ഫൈൻഡ് ദ എമൗണ്ട് റിട്ടേൺഡ് ബൈ ഹിം അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക് ഏതാണ്, ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ടൈമാണ്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ നമുക്കൊരിക്കലും പ്രിൻസിപ്പിൾ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ എന്ത് ചെയ്യും, സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇപ്പോൾ 100 രൂപയാണ് എൻ്റെ പ്രിൻസിപ്പിൾ എങ്കിൽ രണ്ടാമത്തെ വർഷം 100 രൂപയാണ് അവിടെ പ്രിൻസിപ്പളായിട്ട് എടുക്കുന്നത്. പക്ഷെ ഇവിടെ സ്പെസിഫിക്കലി പറയുന്നു ഈ രൂപ അടച്ചിരിക്കുന്നത് പ്രിൻസിപ്പിളിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, പ്രിൻസിപ്പിളിൽ നിന്ന് ആ വാല്യൂ കുറയത്തുള്ളൂ. അപ്പോൾ ഇവിടെ 2,20,000 ഫസ്റ്റ് വർഷത്തെ ഫസ്റ്റ് ഇയറിലെ സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് നോക്കാം. ഇതിൻ്റെ 8%. അപ്പോൾ ഇതിൻ്റെ 10%, 1% ഇതാണ്. 2,200 × 8, 22, 176, പിന്നെ 2, 0. ഇതാണ് ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ്. കാൽക്കുലേഷൻ സ്പീഡ് ചെയ്താലേ പറ്റൂ. അതിനുള്ള വഴികളൊക്കെ ചാനലിൽ തന്നെ ഉണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ 27,600 കുറയ്ക്കുന്നു. ഇത് നമ്മൾ ഒരിക്കലും
എന്ത് ചെയ്തത് ചെയ്യുന്ന മണ്ടത്തരം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഈ 2,20,000 കൂടെ ഈ ഇൻട്രസ്റ്റ് കൂടെ ചേർത്തിട്ട് പുതിയ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, 2,20,000 പ്ലസ് 17,600 കൂട്ടി പുതിയ പ്രിൻസിപ്പിൾ എന്ന് എഴുതിയിട്ട് അതിൽ നിന്നും 27,600 കൊടുക്കും. അപ്പം അങ്ങനെ ചെയ്താൽ തെറ്റും. കാര്യം ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ ക്ലിയർലി പറഞ്ഞിട്ടുണ്ട് 27,600 പ്രിൻസിപ്പിളിൻ്റെ പകരമായിട്ട് അടയ്ക്കുന്നു. അപ്പോൾ സെക്കൻഡ് ഇയറിലെ അത് മാത്രമേ നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ളൂ. സെക്കൻഡ് ഇയറിലെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താവും, 2,20,000 നിന്ന് തന്നെ ഒരിക്കലും ഈ ഇൻട്രസ്റ്റ് എടുത്ത് കൂട്ടരുത്. അത് കോമ്പൗണ്ടേഴ്സിൻ്റെ കേസിലാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 2,20,000 നിന്നും 27,600 രൂപ കുറച്ചു. അതായത് ഇവിടെ 400 വരും, അല്ലെ 1000, ഇവിടെ 1000 2 0 1000 400 വരും, ഇവിടെ 9 7 2 വരും, ഇവിടെ 1 ഉള്ളൂ 21 2 പേര് 19. ഇനി നമുക്ക് 19 24 0 0 വരും. അപ്പം ഇനി അടയ്ക്കേണ്ട പൈസ 2 വർഷത്തിൻ്റെ സെക്കൻഡ് ഇയറിലെ പ്രിൻസിപ്പിൾ ഇതാണ്. അടയ്ക്കേണ്ട പൈസ എന്ന് പറഞ്ഞാൽ 19 24 0 0 8% ഇൻട്രസ്റ്റ് കൂടെ ചേർത്ത് 108% അടയ്ക്കണം. അതിൻ്റെ കൂടെ ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 17,600 രൂപയും കൂടെ അടയ്ക്കണം. ഇതിനകത്ത് നമുക്ക് ഇതാണ് നമ്മുടെ ആൻസർ. ഇവിടെ ഡി ടി സം അപ്ലൈ ചെയ്താൽ പോരെ. ഇവിടെ നമുക്ക് ഇതിനകത്ത് ഡി ടി സം എന്ത് വരും, ഇവിടെ 8 8 1 9, ഇതിൻ്റെ മൊത്തത്തിലുള്ള ഡി ടി സം 9 ആണ്. ഇവിടെ 13 1 14, 13 14 ഡി ടി സം 5 ആണ്. 9 5 കൂട്ടുമ്പോൾ നമ്മുടെ ഫൈനൽ ആൻസറിൻ്റെ ഡി ടി സം എന്ത് വരണം, 5 വരും. പിന്നെ നോക്കാം, 9 നോക്കണ്ട, 6 8 8 ആണ് ഇതല്ല. 9 നോക്കണ്ട, 6 2 8 ആണ് ഇതല്ല. 9 നോക്കണ്ട, ഇവിടെ 5 ആണ്. ഹോൾഡ് ചെയ്യാം. 10 18 9 ആണ് ഇതല്ല. ഡി ടി സം 5 വരുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇത് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി നമുക്ക് ആൻസർ കൊടുക്കാം. ഇവിടെ നിങ്ങൾ തെറ്റിക്കുന്ന ഒരു കണ്ടീഷനേ ഉള്ളൂ, ഫസ്റ്റ് ഇയറിൽ ഇൻട്രസ്റ്റ് എടുത്തിട്ട് ഒരിക്കലും പ്രിൻസിപ്പളിനകത്തോട്ട് ആഡ് ചെയ്യരുത്. അവർ പറഞ്ഞിരിക്കുന്ന എന്താണോ അതുപോലെ മാത്രമേ ചെയ്യാം. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. അടുത്തത് ഇതെന്താണ്, കോമ്പൗണ്ടേഴ്സ് ആണ്. കോമ്പൗണ്ടേഴ്സ് അടുത്ത് ചെയ്യാം. കോമ്പൗണ്ടേഴ്സ് ആണ്. യെസ്. അപ്പോൾ നമുക്ക് ഇനി സിമ്പിൾ ഇൻട്രസ്റ്റിലെ മറ്റേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. A scooter is being sold at 65,000 cash or 41,000 cash down payment followed by 5 equal monthly installments. If the rate of interest charged is 25% per annum simple interest, then the monthly installment rounded to the nearest number. Monthly installment എത്രയാണ്? ഇവിടെ മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ആണ്. അപ്പോൾ അതാണ് ഈ ക്വസ്റ്റ്യൻ എന്താക്കുന്നത്, ഡിഫറെൻ്റ് ആക്കുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യനകത്തൊക്കെ എന്തായിരുന്നു, അത് ഇൻസ്റ്റാൾമെന്റ് ഇയർലി ഇൻസ്റ്റാൾമെന്റ് ആണ്, ആനുവൽ ഇൻസ്റ്റാൾമെന്റ്. ഇവിടെ എന്താണ്, മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ 65,000 രൂപയായിരുന്നു സ്കൂട്ടറിന്റെ വില, 41,000 രൂപ ക്യാഷ് ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തു. അപ്പോൾ 41,000 കൊടുത്താൽ ബാക്കി എത്ര രൂപയുണ്ട്, 65,000 മൈനസ് 41,000, 24,000 രൂപയാണ് ഇനി കടമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇനിഷ്യൽ കടം എന്ന് പറയുന്നത്. അപ്പോൾ 24,000 രൂപ ഞാൻ ഇനിഷ്യൽ കടമുണ്ട്, അതിന് 25% per annum സിമ്പിൾ ഇൻട്രസ്റ്റിലാണ്. അങ്ങനെ 5 മാസത്തേക്കാണ്. അപ്പോൾ 24,000 രൂപയ്ക്ക് ഒരു വർഷത്തെ കടമാണ്, ഒരു വർഷത്തെ റേറ്റ് ആണ് 25%. 25% എന്നെങ്കിൽ 25/100 1/4 ആണ്. ഇത് ഒരു വർഷത്തെയാണ്. നമ്മൾ എന്ത് ചെയ്യണം, 5 മാസത്തെ കണ്ടുപിടിക്കണം. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ 25% എന്ന് പറഞ്ഞത് 12 മാസത്തേക്കാണ്, നമുക്ക് 5 മാസത്തെ വേണം, 1/100. ഇങ്ങനെ ചെയ്യേണ്ട, ഈ ഒരു വഴി നമുക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ 1/4 ഇൻറ്റു 5/12, 1/4 വരും 25/100 എന്ന് എഴുതുന്നതും തെറ്റില്ല. 24,000 രൂപയ്ക്ക് ഒരു വർഷത്തെയാണ് 1/4, 5 മാസത്തെ 5/12 കൊണ്ട് മൾട്ടിപ്ലൈ, 5 മാസത്തെ വർഷമാക്കാൻ 5/12 കൊണ്ട് മൾട്ടിപ്ലൈ. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 48, ഇവിടെ 500, അതായത് 2,500 രൂപ എന്ത് ചെയ്യും, നമുക്ക് 24,000 രൂപ 5 മാസത്തേക്ക് 25% സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. അതായത് എല്ലാം കഴിഞ്ഞിട്ട് 24,000-ഉം 2,500, 26,500 രൂപയാണ് നമ്മളുടെ ഡെപ്റ്റ് ആഫ്റ്റർ 5 മന്ത്സ്. ആഫ്റ്റർ 5 മന്ത്സ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എത്ര രൂപ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് നടത്തണം. അപ്പോൾ നേരത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ചെയ്ത ആ ഒരു പരിചയത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, 100 രൂപ ഫസ്റ്റ് മാസം, 100 രൂപ അടുത്ത മാസം, 100 രൂപ അടുത്ത മാസം, 100 രൂപ അടുത്ത മാസം, 100 രൂപ അടുത്ത മാസം. ഇനി ഈ മാസം എത്ര രൂപ അടയ്ക്കണം, 100ൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഈ 100 രൂപയ്ക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട് ഒരു മാസത്തെ, അതായത് 25%, അതായത് 1/4. അങ്ങനെ 1/4 ഒരു വർഷത്തേക്കാണ്, ഒരു മാസത്തേക്ക് 1/12. അതായത് ഇവിടെ 100/48 കിട്ടും. ഇവിടെ 2 ഇൻറ്റു 100/48, അല്ലെങ്കിൽ 100/24 ഇവിടെ കിട്ടും. ഇവിടെ 3 ഇൻറ്റു 100/48, ഇവിടെ 4 ഇൻറ്റു 100/48. കാൽക്കുലേഷൻ എന്താവും, നമ്മൾ കൂട്ടുന്നത് കാൽക്കുലേഷൻ കൂടും.
അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പെട്ടെന്ന് ഇത് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, റേറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇൻഡിജർ വാല്യൂ വരുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ സിമ്പിൾ ഒരു കാര്യം ഓർക്കുക. എനിക്ക് 24,000 രൂപയാണ് ബാക്കിയുള്ളത്. അത് നോർമലി 25% ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു 4-5 മാസത്തേക്കാണെങ്കിൽ എനിക്ക് 26,500 രൂപ തിരിച്ച് അടയ്ക്കണം. ഈ 26,500 രൂപയെ ഞാൻ എക്സ് 100 വരെ ഞാൻ എക്സ് വെച്ചിട്ട് അടയ്ക്കുമെന്ന് വെച്ചോ. എക്സ് ഇങ്ങനെ 5 മാസം, ഓരോ മാസവും എക്സ് വെച്ച് 5x ഓൾറെഡി ഞാൻ അടയ്ക്കും. അതിൻ്റെ കൂടെ ആ എഫക്റ്റീവായിട്ടുള്ള വാല്യൂ കൂടെ ചേർന്നില്ലേ, എഫക്റ്റീവായിട്ടുള്ള ഇതിന് ഇവിടെ ഇൻട്രസ്റ്റ് ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇതിന് ഇവിടെ ഉണ്ട്, ഇതിന് ബാക്കി 2 മാസമുണ്ട്, ഇതിന് അടുത്തൊരു മാസമുണ്ട്. അപ്പോൾ എഫക്റ്റീവായിട്ടുള്ള സാധനം കൂടെ ചേർത്തിട്ടായിരിക്കും ആ ടോട്ടൽ നമ്മൾ എന്ത് ചെയ്തത്, ആ ഡെപ്റ്റ് കണ്ടുപിടിച്ചത്. ഈ ഒരു കൺസെപ്റ്റ് അറിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യും. ഇവിടെ 26,500 രൂപ ആണ് നമുക്ക് അടയ്ക്കേണ്ടത്. അത് എക്സ് ഇൻസ്റ്റാൾമെൻ്റ് ആണ് നമ്മൾ അടയ്ക്കുന്നത്. അപ്പോൾ ഈ എക്സ് അടയ്ക്കുന്ന സമയത്ത് ഓരോ എക്സിനും എത്ര വെച്ച് കിട്ടും? ഓരോ എക്സിനും 25% എനിക്ക് 25/100 അല്ലെങ്കിൽ 1/4 എന്ന് എഴുതാം. ഓരോ എക്സിനും 1/4 വെച്ച് എത്ര പീരീഡ് കിട്ടും? ഇവന് 4 വട്ടം കിട്ടും, ഇവന് 3 വട്ടം കിട്ടും, ഇവന് 2 വർഷം കിട്ടും, 2 മാസം കിട്ടും, ഇവന് 1 മാസം കിട്ടും. അതായത് 4+3+2+1 നേരത്തെ ചെയ്ത സാധനം സെയിം സാധനം. ഞാൻ 10 ഇത് കിട്ടും. 10 മാസമാണ്. മാസമായതുകൊണ്ട് എന്ത് ചെയ്യണം? ഇതൊരു വർഷത്തെ കേസാണ്. അങ്ങനെ 10 മാസമല്ല, 10 തവണ, അതായത് 10 എഫക്റ്റീവായിട്ട് 10 എഫക്റ്റീവായിട്ട് 10 മാസത്തെ കിട്ടും. അതാണ് ഈ സാധനം. 1/12 കൂടെ ഉണ്ട് മൾട്ടിപ്ലൈ. ഈ ഒരു ഇക്വേഷൻ എഴുതാൻ പഠിച്ചാൽ ഒന്നുമില്ല, ഈ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. അപ്പോൾ 26,500 = 5x പ്ലസ് മാക്സിമം കാൽക്കുലേഷൻ കുറച്ച് ചെയ്യുക. 2 വെച്ചിട്ടും ഇവിടെ 5 വന്നു, ഇവിടെ 2 വന്നു, 5x/24 എന്ന് വന്നു. കാൽക്കുലേഷൻ സ്പീഡ് ചെയ്യുക. 120 5x 125x/24 എന്ന് വന്നു. അപ്പോൾ നമ്മുടെ എക്സിൻ്റെ വാല്യൂ എന്ത് വന്നു? 26,500 × 24 / 125 എന്ന് വന്നു. കാൽക്കുലേഷൻ ചെയ്യുന്നവർക്ക് ചെയ്യാം, ഡിഗ്രി സം ചെയ്യുന്നവർക്ക് അത് ചെയ്യാം. ഡിഗ്രി സം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3ന്റെ മൾട്ടിപ്ലൈ 7 1 8 അല്ല 8 8 മൾട്ടിപ്ലൈ 8 6 48 48 3 ഇവിടെ 3 തന്നെ 11 13 4 3 12 ഡിഗ്രി സം 3 ആണ്. 16 5 23 ആണ്. 6 10 16 ഇത് 3ന്റെ മൾട്ടിപ്ലൈ അല്ല. 7 1 8 3ന്റെ മൾട്ടിപ്ലൈ അല്ല. 6 2 8 ഇത് 3ന്റെ മൾട്ടിപ്ലൈ അല്ല. ഓപ്ഷൻ എ മാത്രമേ എന്തുള്ളൂ? 3ന്റെ മൾട്ടിപ്ലൈ ഉള്ളൂ. അങ്ങനെ നമുക്ക് ആൻസർ കൊടുക്കാം. ഡിഗ്രി സം 3 ആയിരിക്കും. ഇത് 3 അല്ല, 6 ഇല്ല, ഇത് 7 അല്ല, ഇത് 6 8 അല്ല, 3ന്റെ മൾട്ടിപ്ലൈ അത് മാത്രമേ ഉള്ളൂ. ആൻസർ അത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെട്ടി വേണമെങ്കിലും ചെയ്യാം. എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 5,088 രൂപ. ഇത് അൾട്ടിമേറ്റ് മെത്തേഡാണ്. നിങ്ങൾ ഇതിനകത്ത് ചുമ്മാ ഇക്വേഷനോ കാര്യങ്ങളോ ഒന്നും പഠിക്കണ്ട. നമ്മളെന്താ ചെയ്തത്? നോർമലി എത്ര രൂപ അടയ്ക്കണമായിരുന്നു നോക്കി 5 മാസത്തേക്ക് മാസം നോക്കിക്കോണം. ഒരു വർഷത്തേക്കാണ് 25%. മാസത്തേക്കാക്കാൻ വേണ്ടി /12 ചെയ്യുക. ഇപ്പോൾ 5 മാസമാണെങ്കിൽ 5/12. 26,500 രൂപ അടയ്ക്കണം. എക്സ് വെച്ച് അടയ്ക്കുന്നെങ്കിൽ എനിക്കൊരു 100 വെച്ചും ചെയ്യാം. പക്ഷെ 100 വെച്ച് ചെയ്യുമ്പോൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഓരോ വട്ടം നമ്മൾ ഇങ്ങനെ 1/4 × 25% × 1/12 മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അതായത് 1/48 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകേണ്ടി വരും. ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇതായിരിക്കും എളുപ്പം. 5x + x × 1/4 വെച്ച് 4 3 2 1 5 ആണെങ്കിൽ 4 3 2 1 അങ്ങനെ 10 × മാസം ആയതുകൊണ്ട് 1/12 കൊണ്ട് മൾട്ടിപ്ലൈ. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് ചിലപ്പോൾ റേറ്റ് തരും, ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് തരും ചിലപ്പോൾ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 26,500 ഈ റേറ്റ് 25 മാനം തരത്തില്ല. അപ്പോൾ നമ്മൾ 5 × ഈ വാല്യൂ തരും, ഇൻസ്റ്റാൾമെൻറ്റ് വാല്യൂ തരും. 5 × 5,088 പ്ലസ് എക്സ് നമുക്കറിയാം 5,088 ഇൻറ്റു ഇത് തരത്തില്ല, r/100 എന്ന് എഴുതി, സോറി r/100 എന്ന് എഴുതി ഇൻറ്റു 10 ഇൻറ്റു ഒരു മാസത്തെ 1/12. ചിലപ്പോൾ ഇത് തരത്തില്ല, ഇത് തരും. അതും ഈ ഇക്വേഷൻ വെച്ച് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു കൺസെപ്റ്റ് വെച്ച് എല്ലാ ക്വസ്റ്റ്യനും റേറ്റ് കണ്ടുപിടിക്കാനായാലും ഇൻട്രസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കണ്ടുപിടിക്കാനായാലും ഡെപ്റ്റ് കണ്ടുപിടിക്കാനായാലും എല്ലാം ചെയ്യാൻ പറ്റും. റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഡെപ്റ്റൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണത്? സിംഗിൾ ഇൻട്രസ്റ്റിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് സെറ്റായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്തായാലും പോയിട്ട് എക്സാമിന് എഴുതണം. ഇനി നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ പരിപാടി നോക്കാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വളരെ സിമ്പിളാണ്. 5 ക്വസ്റ്റ്യൻ ഒക്കെ വന്നാൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് 1 മിനിറ്റ് 30 സെക്കൻഡിൽ തീർക്കാം. ഇപ്പോൾ ഇവിടെ പറയുന്നത് 2,550 രൂപ ലോണുണ്ട്, റീപെയ്ഡ് ഇൻ 2 ഹാഫ് ഇയർലി ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ ഹാഫ് ഇയർലി നമുക്ക് അവസാനം വരാം. അത് നമുക്ക് നോർമൽ ഇയർലി ഏതുള്ളത്
സുരേഖ borrowed a sum of money and returned it in 2 equal annual installment of rupees ഇത്രയും each. If the rate of interest 7% per annum compounded yearly, then the total interest paid by her എത്ര രൂപയാണ് അവൾ അടച്ചത്? ഇപ്പോൾ 7% നമ്മൾ ഫ്രാക്ഷനിലോട്ട് മാറ്റണം. 7% എന്ന് പറഞ്ഞാൽ 15/2 15/2% മാറ്റാൻ വേണ്ടി ബൈ 100 ചെയ്യുന്നു. 5 വെച്ച് കിട്ടുമ്പോൾ 3/40. അതായത് 40 രൂപയാണ് ഇനിഷ്യൽ വർഷം വാങ്ങിച്ചത് എന്നുണ്ടെങ്കിൽ 43 രൂപ അവൾ തിരിച്ചടക്കണം. ഇനി സെക്കൻഡ് വർഷത്തെ കേസാണെങ്കിൽ 40ൻ്റെ സ്ക്വയർ 1600 വാങ്ങിയെങ്കിൽ 43ൻ്റെ സ്ക്വയർ 1849 എന്ന് പറഞ്ഞാൽ എങ്ങനെ വരുന്നത്? നമ്മൾ ഡെയിലി എഴുതാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. അല്ലെങ്കിൽ 50നേക്കാളും 7 കുറവ്, 7ൻ്റെ സ്ക്വയർ 49, 25ന് 7 കുറയ്ക്കുക. SSCGDയുടെ ഫസ്റ്റ് ക്ലാസ് അതെടുത്തിട്ട് സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി ഉണ്ട്. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിനെ എന്ത് ചെയ്തു? ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആക്കാൻ വേണ്ടി ഈ ഒരു ഫസ്റ്റ് റേഷ്യോയെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 43 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ 43 × 4 172.0, ഇത് 1849 കിട്ടും. ഇനി ഇതാണ് നമുക്ക് വേണ്ടത്. അതായത് 1700 രൂപയായിരുന്നു ഫസ്റ്റ് ഇയർ വാങ്ങിയെങ്കിൽ 1849 അടച്ചാൽ പരിപാടി തീരുമായിരുന്നു. 1600 രൂപയായിരുന്നു സെക്കൻഡ് 2 വർഷത്തെ കേസിൽ ഇനിഷ്യൽ വാങ്ങിയെങ്കിൽ 1849 രൂപ 2 വർഷം കഴിഞ്ഞ് അടച്ചാൽ മതിയായിരുന്നു. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 1849 വാല്യൂ ആണ് 5547. സൂക്ഷിച്ച് നോക്കിയാൽ ഇതിൻ്റെ 3 മടങ്ങാണ്. 1800ൻ്റെ 3 മടങ്ങ് 5400, 49ൻ്റെ 3 മടങ്ങ് 147. 5400 147 കൂട്ടതാണ് 5547. അതായത് എല്ലാം റേഷ്യോയിലെ എല്ലാം എന്താണ് 3 മടങ്ങാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ് വേണ്ടത്. ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര രൂപ കിട്ടും? ഇവിടെ എത്ര ഇൻട്രസ്റ്റ്? 129 രൂപ. ഇവിടെ എത്ര ഇൻട്രസ്റ്റ്? 249 രൂപ. 129ഉം 249 കൂട്ടിയാൽ 300ഉം 349, 369, 9, 378. അപ്പം നമുക്ക് 378 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. ഒരു യൂണിറ്റ് 3 378 × 3 8 3 24 4 അവസാനിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് 300 3 900, 70 3 210, പിന്നെ 24 1134. ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ഇത് ഫാസ്റ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. 3/40 അത് കണ്ടുപിടിച്ചു. 40 സ്ഥാനം 43, 1600, 1849, 1849 വരണമെങ്കിൽ ഇത് 43 × 40 1720. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇൻട്രസ്റ്റ് നോക്കുക. 129ഉം 249ഉം 349ഉം 29 378 378 × 3 37 3 114 1110 24 1134. ഈസി ആയിട്ട് ആൻസർ ചെയ്തിട്ട് പോകും. അപ്പോൾ ഹാഫ് ഇയർലി വരുന്ന ക്വസ്റ്റ്യൻ അടുത്ത് ചെയ്യാം. അടുത്ത് ഫൈൻഡ് ദ എമൗണ്ട് ടു ബി പെയ്ഡ് അറ്റ് ഈച്ച് ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് when a sum of 9100 is lent at the rate of compound interest 20% for 3 years. അപ്പോൾ ഇവിടെ 20% ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. അതായത് 5 എന്നുള്ളത് 6 ആവും, 25 എന്നുള്ളത് 2 വർഷം ആകുമ്പോൾ 25 എന്നുള്ളത് 36 ആവും, 3 വർഷം എന്നുള്ളത് 125 എന്നുള്ളത് 216. എല്ലാത്തിനും 216 ആക്കി മാറ്റാം. ഇവിടെ എന്ത് ചെയ്യണം? 6 കൊണ്ട് ഗുണിക്കണം, ഇവിടെ 36 കൊണ്ട് ഗുണിക്കണം. പുതിയ റേഷ്യോ എന്താവും? 180 216, 150 216, 125 216. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പിൾ എത്ര വരുന്നത്? കാരണം പ്രിൻസിപ്പിൾ സം എത്രയാണ്? 9100. ഇതാണ് സം എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ അടയ്ക്കുന്ന എമൗണ്ട്. അപ്പോൾ പ്രിൻസിപ്പിൾ എത്ര രൂപ നമുക്ക് കൂട്ടുമ്പോൾ വരുന്നത്? 330, 125, 430, 455. അപ്പം 455 പകരമാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 9100. നമുക്ക് ഫൈൻഡ് ദ എമൗണ്ട് ടു ബി പെയ്ഡ് ഇൻ ഈച്ച് ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെന്റ്. എമൗണ്ട് ടു ബി പെയ്ഡ് ഇൻ ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് എത്രയാണ്? 216ന്റെ വാല്യൂ ആണ് വേണ്ടത്. ആൻസർ എന്തായാലും 9ന്റെ മൾട്ടിപ്പിൾ ആണ്. 9 ഉണ്ട് താഴെ, 9 വെട്ടാനില്ല. ഇത് 9ന്റെ മൾട്ടിപ്പിൾ അല്ല, ഇത് 9ന്റെ ആണ്, 9ന്റെ ആണ്, ഇത് 9ന്റെ അല്ല. ഇത് രണ്ട് ഏതാണ് നമ്മുടെ ആൻസർ? 455 × 2 എഴുതി വെച്ചേക്കുന്നത്. 450 × 2 900, പിന്നെ 5 2 10. 20 × 216, 216 432. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കും. പക്ഷേ എക്സാമിന് ഇത്രയൊന്നും എഴുതണമെന്ന് ഞാൻ പറയുന്നില്ല. ഇത്ര എഴുതേണ്ട ആവശ്യമില്ല. 20% 1/5 ആണെന്ന് അറിയാം. ഇത് 3 വർഷത്തെ 125 216 ആണ്. 2 വർഷത്തെ 25 36 ആണ്. 216 ആകുമ്പോൾ 150 വരും. ഇവിടെ 5 6 ആണ്. 36 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 216 150 ആവും. ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ എഴുതാൻ പറ്റും. 455 വാല്യൂ തന്നിട്ടുള്ളത് 2 കൊണ്ട് ഗുണിച്ചേക്കും, 20 കൊണ്ട് ഗുണിച്ചേക്കും. എന്തോ സ്ഥാനത്തെ 2 കഴിഞ്ഞിട്ട് കുറച്ച് 0 കൊണ്ട് ഗുണിച്ചേക്കും. നമുക്ക് 216നെ 2 കഴിഞ്ഞിട്ട് കുറച്ച് 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും ആൻസർ. ഓപ്ഷൻ ഇത്ര എഴുതേണ്ട ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ പ്രാക്ടീസാണ്. ഇനി നമുക്ക് ഏതാ ചെയ്യാനുള്ളത്? ഇനി ഹാഫ് ഇയർലി ഉണ്ടല്ലോ, ഏതോ യൂസ് ഇത്
2550 രൂപ ലോണുണ്ട്, വിൽ ബി റീപെയ്ഡ് ഇൻ 2 ഈക്വൽ ഹാഫ് ഇയർലി ഇൻസ്റ്റാൾമെന്റ്. ഹാഫ് ഇയർ ആണ്, കഴിഞ്ഞതിനകത്ത് ഫുൾ ഇയർ ആണ്. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഈച്ച് ഇൻസ്റ്റാൾമെന്റ് ഇഫ് ദ ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി? അതായത് ഓരോ 6 മാസം കൂടുമ്പോഴും ഇൻട്രസ്റ്റ് കണക്കാക്കും. ആനുവൽ റേറ്റ് ആണ് 8%. അതായത് ഒരു വർഷത്തെ റേറ്റ് ആണ് 8%. ഇപ്പോൾ ഹാഫ് ഇയറിലെ റേറ്റ് എന്ത് വരും? ഹാഫ് ഇയറിലെ റേറ്റ് ഇതിൻ്റെ പകുതി 4% വരും. അല്ലെങ്കിൽ 12 മാസത്തേക്കാണ് 8%, 6 മാസത്തേക്ക് എത്രയാണ്? നമുക്ക് 4% ഇൻട്രസ്റ്റ്. 4% എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം സെയിം തന്നെ, 1/25 ആണ്. ഫസ്റ്റ് വർഷം 25 ആണ്, ഫസ്റ്റ് ഹാഫ് ഇയറിൽ 25 ആണെങ്കിൽ ആ ഹാഫ് ഇയർ തീരുമ്പോൾ 26 അടക്കണം. സെക്കൻഡ് ഇനി ഒരു വർഷത്തെ മൊത്തത്തിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 25ൻ്റെ സ്ക്വയർ 625, 676 ആയിട്ട് കൊടുക്കാം. രണ്ടിനെയും 2 ഹാഫ് ഇയറിൽ ഈക്വൽ ആക്കുക. ഇവിടെ എന്ത് ചെയ്യുക? 26 കൊണ്ട് ഗുണിക്കുക. 26 യൂണിറ്റ് 25, 650, 676 ആവും. 625, 676 ആവും. ലോൺ എത്രയാണ്? 2550 ആണ്. അതായത് ഇത് രണ്ടും കൂട്ടുന്ന വാല്യൂ ആണ്. 1275ൻ്റെ വാല്യൂ ആണ് 2550 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഹാഫ് ഇയർലി ഇൻസ്റ്റാൾമെന്റ് എത്രയാണ്? 676 വെച്ചാണ്. കാര്യം ഇത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഹാഫ് ഇയർലി ഇൻസ്റ്റാൾമെന്റ്. ഇതേ ഗുണം 2 ആണിത് അല്ലെ? 1200 ഗുണം 2 പിന്നെ 150. 676 ഗുണം 2, 2ൽ അവസാനിക്കും 1352 രൂപ. ഇവിടെ ഈ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇത്രയാണ് ലോൺ, ഹാഫ് ഇയർലിയാണ്, 8% റേറ്റ്, 4% വരും, 25, 26 ആവും. 625, 676 ആവും. 676 ആവണമെങ്കിൽ 25 ഗുണം 26, 650 ആവും. 1275 വാല്യൂ തന്നിട്ടുണ്ട്, 2 കൊണ്ട് ഗുണിച്ചേക്കുന്നു. ഇതും 2 കൊണ്ട് ഗുണിക്കാം. ഓപ്ഷൻ എ. കുറച്ച് തന്നെ എഴുതി ചെയ്യും. നമ്മളെല്ലാ ക്വസ്റ്റ്യൻ ചെയ്തോ. ആദ്യം സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞു, 100 വെച്ച് ചെയ്യുന്നതിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞു, കോമ്പൗണ്ട് ഇൻസ്റ്റാൾമെൻറ്റ് കാര്യം പറഞ്ഞു, ക്വസ്റ്റ്യൻ ചെയ്തു. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇതേ ടൈപ്പ് വരും. ആ റേറ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വരും, അത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ആ ടൈപ്പും ക്വസ്റ്റ്യൻ വരും. എനിക്ക് പ്രീവിയസ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അപ്പം ഇങ്ങനെ തന്നെ ഇത് ഇക്വേറ്റ് ചെയ്താൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ കൺസെപ്റ്റ് ഇത് ചെയ്താൽ മനസ്സിലാവും. ഇത് ചെയ്താൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ആണ്. ഇത് ചെയ്തു. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഇത് ചെയ്തു. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ചെയ്തു. ഇത് നോർമൽ ഒരു ക്വസ്റ്റ്യൻ. ഇവിടെ ഈ ഒരു ടൈം മാത്രമേ വന്നിട്ടുള്ളായിരുന്നു. ഇവിടെ ഡൗൺ പേയ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇതും നല്ലൊരു ടൈപ്പാണ്. ഇത് കഴിഞ്ഞ CGL 2024 വന്ന ടൈപ്പാണ്. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇത് കോമ്പൗണ്ടേഴ്സിൻ്റെ ഹാഫ് ഇയർലി. യെസ്, കഴിഞ്ഞു. അപ്പോൾ കോമ്പൗണ്ടേഴ്സിൻ്റെ ക്ലാസ്, കോമ്പൗണ്ടേഴ്സ് സിമ്പിൾസിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ആയെന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോവുക. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പാർട്ട്ണർഷിപ്പിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു, കുറച്ച് ഹൈ ലെവലുള്ള അല്ലെങ്കിൽ നല്ല ക്വസ്റ്റ്യൻസ് ചെയ്തു. അതുപോലെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ട്രയാങ്കിളിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ട്രിഗ്നോമെട്രി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സിലെല്ലാം കാണുക. കോർഡിനേറ്റ് ജോമെട്രിയിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിലെ ഫോമുലയും കാര്യങ്ങളൊക്കെ പഠിക്കുക. ഇനിയും പറ്റുമെങ്കിൽ എക്സാമിന് മുന്നേ ക്ലാസ്സുകൾ ഇതുപോലെ തരാം. അപ്പോൾ കമൻ്റായിട്ട് പറയുക. അത് അടുത്ത വീഡിയോ ചെയ്യാൻ വേണ്ടിയുള്ളൊരു എക്സ്പ്ലനേഷനാണ്. ക്ലാസ്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്.